ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. സംസ്കാരം, സംഘടന, സേവ, ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി, രജിസ്റ്റേർഡ്, കർണാടക. ഇന്ന് നാഷണൽ യോഗ സെന്ററുമായി ചേർന്ന് ഭാരതത്തിലെ പല ഭാഷകളിലും യോഗ അഭ്യസിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി നമ്മൾ മലയാളം ഓൺലൈൻ യോഗയും ഇവിടെ അഭ്യസിച്ചു വരുന്നു. ഈ യോഗയുടെ ശാരീരിക മാനസിക ആരോഗ്യം മാത്രമല്ലാതെ ആത്മീയ കാര്യങ്ങൾ കൂടി പഠിപ്പിക്കാനും കൂടി ഇതിനകത്തൊരു അവസരം നൽകിക്കൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത, ശ്രീമദ് നാരായണീയം തുടങ്ങി രാമായണ മാസങ്ങളിൽ രാമായണ പാരായണം, അതുപോലെ ഭജന പ്രാക്ടീസുകൾ ഒക്കെയും ഈ സമിതിയിൽ നടന്നു വരുന്നുണ്ട്. ഇതിന്റെ എല്ലാം മുഖ്യ പ്രമുഖായി ആദരണീയനായ ഗോവർണൻ ഇതെല്ലാം കൈകാര്യം ചെയ്ത് ഞങ്ങളിൽ എത്തിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു രചിച്ച കൃതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൃതി നമുക്ക് പഠിക്കാമെന്നും അത് ആത്മോപദേശതകം പഠിക്കാമെന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അതിനായി നമ്മൾ ആദരണീയനായ സാന്ദ്രാർത്ഥ സ്വാമിജികളെ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തതിന്റെ ഭാഗമായി നമ്മൾ 8 ക്ലാസ്സുകൾ ഇവിടെ നടക്കുകയുണ്ടായി. ഇന്ന് 9ാമത്തെ ക്ലാസ്സാണ് ഇവിടെ നടത്തുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഈ ക്ലാസ് നയിക്കുന്നത് ആദരണീയനായ സാന്ദ്രാനന്ദ സ്വാമിജികളാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ആദരപൂർവ്വം എല്ലാ യോഗ ബന്ധുക്കൾക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗോവർണൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു പ്രമുഖാണ്. അണ്ണന്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു ഇതിങ്ങനെ നമ്മുടെ ഈ ഗ്രൂപ്പില് ഇതും കൂടി പഠിക്കണം നമുക്കെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗോവർണൻ ഇന്ന് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റു ക്ലാസ്സുകളിലാണ്. ഗോവർണന് ഏറെ ആദരവോടെ ഏറെ ബഹുമാനത്തോടെ ഈ യോഗ എത്തിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. പിന്നെ ഈ ഒരു ആത്മോപദേശ ശതകം പഠിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, അതിന്റെ കോഓർഡിനേറ്ററായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ഏറെ ബഹുമാനിയായ ഡോക്ടർ ആലിയൊക്കെയാണ്. ആലിയൊക്കെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ ഇന്ന് ഇവിടുത്തെ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ യോഗ ബന്ധുക്കളെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ ഇത് കേൾക്കുന്നതിനും ശ്രവിക്കുന്നതിനും കൂടാതെ എന്തെങ്കിലും സംശയങ്ങളോ കൊണ്ട് സ്വാമിജിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനും ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് സാന്ദ്രാനന്ദ സ്വാമിജികളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സില് ഗുരുകൃതികളും ദൈവദശവും ആലാപനത്തിനുമായി ഈ സമിതിയിലെ തന്നെ യോഗബന്ധുവായ ശ്രീലതയൊക്കെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോ ശ്രീലതക്ക. ഹരിയോ. ഹരിയോ. ദൈവദശ. ദൈവമേ കാത്തുകൊള്ളുന്ന കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാപ്തിക്കൊരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും കൊരളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാതി മുട്ടാതെ
തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഹരി ഓം. കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച മൂന്ന് ശ്ലോകങ്ങൾ ഒന്നുകൂടി വായിക്കാമെന്ന് വിചാരിക്കുന്നു. ഹരി ഓം സ്വാമിജി. ഓം സ്വാമി. ആയിക്കോട്ടെ, വായിച്ചു. ഓക്കെ. ഒൻപതാമത്തെ ശ്ലോകമാണ്. ഇരുപുറവും വരുമാറവസ്ഥേ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നുമേവും. തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം നിനച്ചിടേണം. പത്താമത്തെ ശ്ലോകം. ഇരുളിലിരിപ്പവനാര് ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ടുതാനുമേവം. അറിവതിനായി അവനോട് നീയുമാരെന്നരുളുമതിൻ പ്രതിവാക്യമേകമേകും. 11ാമത്തെ ശ്ലോകം. പലതല്ലതേകമാകും അകലുമകന്ത അനേകമാകയാലീതുകയിലകം പൊരുളം തുടർന്നിടുന്നു. 12. തൊലിയുമിലുമ്പും അമലം ദുരന്തമന്ത് കലകളുമേന്തോ മകന്തയൊന്നു കാണാൻ. പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരകന്ത വരണം തരേണം. ഹരി ഓം. ഹരി ഓം സ്വാമിജി. ഹരി ഓം. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അപ്പൊ നമ്മൾ ആത്മോപദേശ ശതകത്തിലെ 12 ശ്ലോകങ്ങളാണ് സാമാന്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ അത് നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ശ്ലോകവും മനനം കൂടി ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. മനനം ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഈ പഠിക്കുന്ന വിദ്യ അത് നമുക്ക് ഫലവത്തായി തീരുന്നത്.
ആ ഓരോ വാക്കിന്റെയും അർത്ഥവും ആ വാക്ക് അല്ലെങ്കിൽ ആ അർത്ഥം ഏതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അതിന് ഈ ഞാനുമായി നമ്മുടെ ഉള്ളിൽ അഹമഹം എന്ന് പറയുന്ന ഞാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതൊക്കെ നിരീക്ഷിക്കുക, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ അത് ഒരു സാധനയായി, ഒരു യോഗമായി നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എല്ലാ പൂർവികരായിട്ടുള്ള മഹർഷിമാരും മാനവരാശിക്ക് കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഗുരുപൂജ ആയിരിക്കും. അതാണ് ശരിക്കുള്ള ഗുരുപൂജ. ബാഹ്യമായിട്ട് ചെയ്യുന്ന ഗുരുപൂജ അത് ആന്തരികമായിട്ടുള്ള വെളിച്ചമായി പരിണമിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വെളിച്ചത്തെ തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഗുരുപൂജയായിട്ട് അത് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ 13ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഗുരു അതിൻ്റെയൊക്കെ ചില സൂചനകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മൾക്ക് 3 പ്രധാനമായിട്ട് ഉള്ളത്, 3 ഗുണങ്ങൾ: തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ഈ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും ഒക്കെ നമ്മൾ ചിട്ടപ്പെടുത്തി നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് ഗുരു പറയുന്നത്. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ട് വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻ മഹിമയും അറ്റ് മഹസ്സിലാണിടേണം. അപ്പൊ ത്രിഗുണമയം എന്ന് പറയുന്നത് 3 ഗുണങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. നമുക്ക് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ആ ത്രിഗുണം 3 ഗുണങ്ങളെ നമ്മൾ അതിനെ ചുട്ട് കളയണം, അതിനെ എരിച്ചു കളയണം. ആ എരിച്ചു കളഞ്ഞതിന്റെ തിരുനീറ്, ഭസ്മം, അത് ഒരു ഇത് നമ്മൾ എരിച്ചു കളയുമ്പോൾ അതിന് മിച്ചം വരുന്നത് ഭസ്മമാണ്. അപ്പൊ ഇവിടെ തിരുനീർ എന്ന് പറഞ്ഞാൽ ഭസ്മമാണ്. അണിഞ്ഞ ഒരു ഈശന്, അപ്പൊ ആ ഭസ്മം അണിഞ്ഞിരിക്കുന്ന ഈശൻ, ഏകനായിട്ടുള്ള ഈശ്വരന് അല്ലെങ്കിൽ ചൈതന്യത്തിന് അകമലരിട്ട്, അകമലർ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാകുന്ന പുഷ്പമാണ്. വണങ്ങി, അതിനെ ആ പുഷ്പമിട്ട് വണങ്ങി അക്ഷമാറി. അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളുടെ തൃഷ്ണകളെല്ലാം ആറി, അത് തണുത്ത് സകലം അഴിഞ്ഞ്, എല്ലാ കെട്ടുപാടുകളും അതിൽ നിന്ന് അത് അഴിഞ്ഞ് അല്ലെങ്കിൽ മുക്തമായിട്ട്, ആ കെട്ടഴിഞ്ഞിട്ട് തണിഞ്ഞ്, അതുപോലെ ജീവിതത്തിലെ മറ്റ് എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി കേവലത്തിൻ മഹിമയുമറ്റ്, ഈ കേവലമായിട്ടുള്ള സാമാന്യമായിട്ടുള്ള സത്യത്തെ അറിയുന്നതിനുള്ള മഹിമയും ഇല്ലാതായി മഹസ്സിൽ ആണിടേണം, ശരിയായിട്ടുള്ള ആത്മാവിൽ. ആത്മമഹസ്, നമുക്കിവിടെ മഹസ് എന്ന് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആ മഹസ് എന്ന് പറയുന്നത് ആത്മാവിന്റെ ആ മഹിമാവിൽ ആണിടേണം. അതിൽ നമ്മൾ ലയിച്ച് അല്ലെങ്കിൽ അതായി തീരുക എന്നുള്ളതാണ്. അപ്പൊ ഗുരു ഇവിടെ ഈ ഗുണങ്ങളെ ചുട്ട് അതിന് ചാമ്പലെടുത്ത് അണിഞ്ഞിരിക്കുന്ന ആ ഈശനെ നമ്മുടെ സ്വന്തം മനസ്സാകുന്ന പുഷ്പം പറിച്ച് സമർപ്പിച്ചിട്ട്, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആ തൃഷ്ണകളെല്ലാം
എന്നേക്കുമായിട്ട് ഇല്ലാതാവും. അങ്ങനെ സത്യത്തെ അറിയുന്നതിനുള്ള മഹിമയും, അവിടെ നമ്മൾ ആഗ്രഹങ്ങൾ, എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഇല്ലാതായി കഴിയുമ്പോൾ പിന്നെ അവശേഷിക്കുന്ന എന്താണ്? ആ മഹസ്, ആ ആദി മഹസ്, ആ ചൈതന്യം, ആ പരമ്പൊരുൾ മാത്രമാണ്. അതിൽ നമ്മൾ ആണിടയണം. അതിൽ നമ്മൾ പരിപൂർണമായി മുങ്ങി, അല്ലെങ്കിൽ അതുമായിട്ട് മാറി പരിപൂർണതയിൽ എത്തണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ഈ ത്രിഗുണമയത്തെ കുറച്ചൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മളുടെ എല്ലാം സ്വഭാവവും സംസ്കാരവും ഈ 3 ഗുണങ്ങളെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദേവതാ ഉപാസന ചെയ്യുമ്പോൾ ആ ദേവതകൾ പോലും ഈ 3 കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ഈ തമോ ഗുണത്തിൽപ്പെട്ട ദേവതകളുണ്ട്, രജോ ഗുണത്തിൽപ്പെട്ട ദേവതകളുണ്ട്, സത്വ ഗുണത്തിൽപ്പെട്ട ദേവതകളുണ്ട്. ഈ ദേവതകളിൽ ഓരോരുത്തർക്കും ഏത് ദേവതയാണോ ഇഷ്ടം, അതിനെ ആശ്രയിച്ച് നമ്മൾക്ക് ആ ആളുടെ സ്വഭാവത്തെ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റും. അവനവന് തന്നെ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പലപ്പോഴും ഗുരുക്കന്മാർ ഇവരെയൊക്കെ മനസ്സിലാക്കുന്നത്, ഓരോ ഭക്തന്മാരെ മനസ്സിലാക്കുന്നത് ഈ ഗുണത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ്. ഇപ്പോ നമ്മളുടെ കേരളത്തിലായാലും കേരളത്തിന് വെളിയിലായാലും ധാരാളം ഉപാസകന്മാരുണ്ട്. അപ്പോ ഏറ്റവും തമോ ഗുണത്തിൽപ്പെട്ട, ഉദാഹരണം ചാത്തൻ പോലെയുള്ള ദേവതകളെ ഉപാസിക്കുന്നവർ, അവർ തമോ ഗുണത്തിൽപ്പെട്ടവരാണ്. അവരൊക്കെ ക്ഷിപ്രപ്രസാദികളുമാണ്. അവർക്ക് മത്സ്യമാംസാദികളും ചാരായവും അതൊക്കെ വാങ്ങിക്കൊടുത്തു കഴിയുമ്പോൾ അവര് അതിൽ പ്രസന്നരാണ്. അതുപോലെ ഉഗ്രരൂപികളായിട്ടുള്ള ദേവിമാര്, ദേവന്മാര്, ഇവരൊക്കെ രജോ ഗുണപ്രധാനികളാണ്, തമസും രജസും. അപ്പോ രജോ ഗുണമുള്ള ഒരാള് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് രജോ ഗുണമുള്ള ദേവീ ദേവന്മാരെയാണ്. തമോ ഗുണം മുന്തി നിൽക്കുന്നവര് തമോ ഗുണപ്രധാനന്മാരായിട്ടുള്ള ദേവീദേവന്മാരെ ഉപാസിക്കും. സത്വഗുണത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ സാത്വികമായിട്ടുള്ള ദേവതകളെ ഉപാസിക്കും. അപ്പോ ഇതൊക്കെ നമ്മുടെ ഭാരതത്തില് അതിനാരും ആരെയും തടസ്സപ്പെടുത്താറില്ല. പക്ഷെ ഗുരുക്കന്മാർ ഇതിന്റെ 3 വിശദമായിട്ടുള്ള ചർച്ചകൾ, ഓരോന്നിൽ പോയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജ്ഞാനം നമുക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളണമെങ്കിലും ഈ പറഞ്ഞ പോലെയാണ്, നമ്മൾ സാത്വികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ മാത്രമേ ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ജ്ഞാനം തമോ ഗുണപ്രധാനമായിട്ടുള്ള ജ്ഞാനമുണ്ട്, രജോ ഗുണപ്രധാനമായിട്ടുള്ള ജ്ഞാനമുണ്ട്, സത്വഗുണത്തിൽ വരുന്നു. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഈ നമ്മുടെ ഈ 3 ഗുണങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ എളുപ്പത്തില് സാക്ഷാത്കാരം നേടാൻ സാധിക്കും. അപ്പൊ എത്രയൊക്കെയോ നമ്മുടെ ഇപ്പോ ദേവീ ഭക്തന്മാരായിട്ടുള്ള ആളുകളെ നോക്കിയാല് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഉദാഹരണത്തിന് കാമാഖ്യ, ആസാമില് കാമാഖ്യയിലൊക്കെ ഭയങ്കര രജോ ഗുണവും തമോ ഗുണവും ആ രീതിയിലുള്ള ദേവത ഉപാസനയ്ക്ക് വേണ്ടി, ദേവി ഉപാസനയ്ക്ക് വേണ്ടി പോകുന്നവരെ കാണാം. നമ്മുടെ കേരളത്തിലും എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ബലി കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ, കോഴിയെ ബലി കൊടുക്കുന്നത്, ആടിനെ ബലി കൊടുക്കുന്നത്, അതുപോലെയുള്ള മൃഗങ്ങളെ ബലി കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാമാഖ്യ ക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടെ ഇത് നിരന്തരമായിട്ട് വരുന്ന ആളുകളെല്ലാം ആ ക്ഷേത്രത്തിൽ ഇതുപോലെയുള്ള ബലി
കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാത്വികമായിട്ടുള്ള ആളുകൾക്ക് അവിടെ പോയാൽ നിൽക്കാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സ് വേറൊരു നിർമ്മലമായൊരു ഭാവത്തിലാണ്. അവിടെ ഈ ഹിംസയൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. കാരണം എന്തുകൊണ്ടാണ്? എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള ആ അവബോധം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനെയും കൊല്ലുവാനോ ഒന്നിനെയും പീഡിപ്പിക്കുവാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. അപ്പൊ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഗീത നമ്മളോട് പറയുന്നു. അതുപോലെ ഉപനിഷത്ത് പറയുന്നു സർവം ഖലിതം ബ്രഹ്മ തത്വമസി. അപ്പോ അയമാത്മാ ബ്രഹ്മ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അറിവിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭാവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള മറ്റു വശങ്ങളെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉപാസന മൂർത്തി ഏത് രീതിയിലുള്ളതാണ്, നമ്മുടെ ഗുണങ്ങൾ ഏതിലാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ പോലും ഇപ്പൊ ഭഗവത്ഗീതയില് ഈ 3 ഗുണങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ തണുപ്പ്, അതായത് പഴകിയ ആഹാരം കഴിക്കുന്ന ആളുകളുടെ ഗുണത്തെക്കുറിച്ച്, തമോ ഗുണത്തെക്കുറിച്ച് ഗീതയില് കൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ രജോ ഗുണത്തെക്കുറിച്ചുള്ള ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സത്വഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജുണ്ട്. പലരും ഇതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ദിവസവും ചൂടാക്കി കഴിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ ഇതൊന്നും സാധന ചെയ്യുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ ഒരു സാത്വിക ഭാവം മുന്തി നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെ പുനഃപക്വം വിഷം സമേതെന്നാ പറയുന്നത്. പാചകം ചെയ്ത് വെച്ച ആ ഭക്ഷണം വീണ്ടും പാകം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് വിഷത്തിന് തുല്യമാണെന്നാ പറയുന്നത്. അപ്പോ ഇന്ന് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ തമോ ഗുണത്തിലും രജോ ഗുണത്തിലും പെട്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ ഭക്ഷണ രീതി പോലും യോജിക്കാത്ത ഭക്ഷണങ്ങളെ നമ്മൾ യോജിപ്പിക്കുകയാണ്. ഇപ്പൊ വിവാഹങ്ങൾക്ക് പോകുമ്പോഴും അവിടെ എത്രയോ വെറൈറ്റി ഫുഡാണുള്ളത്. ഒന്ന് മറ്റൊന്നിന് യോജിക്കാത്തതാണ്. അത് അകത്ത് ചെന്ന് വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. പക്ഷേ ഇതൊന്നും നാക്ക് ഇതൊന്നും സമ്മതിക്കില്ല. അത് എല്ലാം കഴിക്കും. എല്ലാം കഴിച്ച് അകത്ത് ചെന്ന് കഴിയുമ്പോൾ വേറെ രീതിയിൽ പ്രശ്നങ്ങളാവും. പിന്നെ എത്രയോ രീതിയിലാണ് നമ്മുടെ അസുഖങ്ങൾ ഇങ്ങനെ പടരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ത്രിഗുണമയം, ഈ 3 രീതിയിലുള്ള ഗുണങ്ങൾ അത് നമ്മളെ വട്ടം ചുറ്റിക്കുകയാണ്. ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്ന് പറഞ്ഞ് ഗീതയിലൊരു അധ്യായമുണ്ട്. നമ്മുടെ ശ്രദ്ധ, അതിന് 3 ഇത് പറയുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണോ ഇത് ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഏത് കാര്യത്തിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ സന്ദർഭത്തിൽ ഇതിനെല്ലാം, ഈ ഗുണങ്ങളെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനെല്ലാം ചുട്ട് ചാമ്പലാക്കാൻ പറ്റണം. കാരണം ഈ ഗുണങ്ങൾക്ക് അതീതമാണ്, ഗുണങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മൾ തേടുന്ന ആ പരമ്പൊരുൾ. അപ്പോ നമ്മുടെ ഉപാസനയിൽ വരുന്ന ഒരു വിഷയം, ഇപ്പൊ രാമകൃഷ്ണദേവന്റെ ഒരു ഉദാഹരണം നമുക്ക് എടുത്താല്, രാമകൃഷ്ണദേവൻ കാളിയെ ഉപാസിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ കാളിക്ക് നിവേദിച്ചുകൊണ്ടിരുന്നത്, കൽക്കട്ടയിലൊക്കെ കാളിക്ക് നിവേദ്യം കൊടുക്കുന്നത് ഈ മാംസവും മത്സ്യവുമാണ്. അപ്പോ അതെല്ലാം നിവേദിച്ച് ദേവിക്ക് കൊടുത്തിട്ട് അതിന് പ്രസാദമായിട്ടാണ് പിന്നെ അത് കഴിക്കുന്നത്. പക്ഷെ അങ്ങനെ രാമകൃഷ്ണദേവൻ അതിഗംഭീരമായി തീവ്രമായ സാധനയിലൂടെ ഇതെല്ലാം നിവേദിക്കുകയും എല്ലാം പൂജകളൊക്കെ ചെയ്തിട്ടും അദ്ദേഹം ദിവസവും കരഞ്ഞ് പറയും, പ്രാർത്ഥിക്കും വൈകുന്നേരം ആകുമ്പോൾ, അമ്മേ ഇന്നും എൻ്റെ ഒരു വില പിടിച്ച ദിവസം നഷ്ടമായല്ലോ, എനിക്ക് ഇന്ന് അമ്മയുടെ ദർശനം ലഭിച്ചില്ലല്ലോ. ഇങ്ങനെ എല്ലാ ദിവസവും അദ്ദേഹം പൂജ കഴിയുമ്പോൾ വിലപിക്കുമായിരുന്നു.
അങ്ങനെ ആ തീവ്രമായിട്ടുള്ള ഇച്ഛ കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ക്ഷമ തന്നെ കെട്ടുപോയി. കാരണം ഇനിയും എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ വയ്യ എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം. അപ്പോഴാണ് ഇനി എന്ത് ചെയ്യും, ഇനി എന്നെ തന്നെ സമർപ്പിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് തൃപ്തി വരുള്ളൂ എങ്കിൽ, അമ്മയ്ക്ക് സന്തോഷം വരുള്ളൂ എങ്കിലേ അമ്മ പ്രത്യക്ഷമാവുള്ളൂ എങ്കിൽ അതാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ വാളെടുത്തിട്ട് സ്വന്തം കഴുത്ത് മുറിക്കാൻ വേണ്ടി അദ്ദേഹം വാളെടുക്കുന്ന അതേ സെക്കൻഡില് അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്, ദേവി ദർശനം കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം എവിടെ നോക്കിയാലും ഇങ്ങനെ ദേവിയെ, കാളിയെ കാണാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകണം. അതുകൊണ്ട് അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഒരു ഗുരു, തോതാപുരി എന്നുള്ള ഗുരു വരികയും ആ ഗുരുവാണ് പറയുന്നത്, ജ്ഞാനമാകുന്ന ഖഡ്ഗം വാൾ ഉപയോഗിച്ച് ഇതിന്റെ അപ്പുറത്തേക്ക്, ഈ 3 ഗുണങ്ങളുടെ അപ്പുറത്തേക്ക്, ഈ നാമരൂപങ്ങളുടെ അപ്പുറത്തേക്ക് നീ പോകണം, അതിനെ കീറി മുറിച്ചു പോകണം എന്ന് പറയാം. അപ്പോ ശരീരത്തെ മുറിക്കുക എന്നുള്ളതല്ല, കാളിയെ മുറിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ നാമരൂപങ്ങളായിട്ടുള്ള അത് എല്ലാം നാമരൂപങ്ങളാണ് എന്നുള്ള കാര്യം തിരിച്ചറിയണമെങ്കിൽ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് മുറിക്കണം, അതിനില്ലായ്മ ചെയ്യണം. അപ്പോ അവിടെ വാളുകൊണ്ട് മുറിക്കാൻ പറഞ്ഞു, ഇവിടെ പറയുന്നു അതിനെ ചാമ്പലാക്കാൻ വേണ്ടി പറയുന്നു. അപ്പോ അങ്ങനെ എരിച്ച് ചാമ്പലായി കഴിയുമ്പോഴോ പിന്നെ അവിടെ അക്ഷം, ഈ നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം അതെല്ലാം ആറി തണുത്തു പോവുകയാണ്. പിന്നെ അത് ഇന്ദ്രിയങ്ങൾ ആ രീതിയിൽ നമ്മള് അതിനെക്കുറിച്ചുള്ള ഇതില്ലാതെ, അതായത് നമ്മൾക്ക് അതിനകത്ത് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് നിസ്സംഗ ഭാവത്തിൽ നമ്മൾ ഇന്ദ്രിയങ്ങൾ അതിന്റെ രീതിയിൽ, ഇപ്പൊ നമുക്ക് ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ സംഘമില്ലാതെ പോകണം. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എരിച്ചു കളയുക എന്ന് പറയുന്നത് അതിന്റെ ബീജരൂപത്തിൽ ഇനിയൊരു പുനർജന്മം ഉണ്ടാകാത്ത രീതിയിലേക്ക് നമുക്ക് പറ്റണം. അപ്പോ അത് തന്നെയാണ് എല്ലാ നമ്മുടെ 4 യോഗങ്ങളും നമ്മളോട് പറയുന്നത്. ഇനിയൊരു ജന്മം, ഈ ദുഃഖമയമായിട്ടുള്ള ഒന്ന് ഇനി ആവശ്യമില്ല, വേണ്ട. അങ്ങനെ ആ ഒരു തലത്തിൽ ചിന്തിക്കുന്ന, സാധന ചെയ്യുന്ന ആളുകളോടാണ് ഈ പറയുന്നത്. ഇങ്ങനെ ഇതിനെല്ലാം തിരുനീറണിഞ്ഞൊരു ഈശ്വരന്, ആ ഒരു ഏകനായിട്ടുള്ള ഈശ്വരന് നമ്മൾ എന്ത് ചെയ്യുന്നു, അകമലർ, നമ്മുടെ മനസ്സ് മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിരേണ്ട, ഗുരു പറയാണ്. അപ്പൊ നമ്മളുടെ ഈ മനസ്സാകുന്ന പുഷ്പം പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ 50-50 ആണ്. താൻ പാതി ദൈവം പാതി എന്നൊക്കെ പലരും പറയും. പക്ഷെ അത് നമ്മളെ പറ്റിക്കണ പരിപാടിയാണ്. നമ്മളെല്ലാം പരിപൂർണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോ തീരെ പൊടിയായിട്ടുള്ള കുഞ്ഞ്, അത് നടക്കാനായിട്ട് അതിന് സഹായം ആവശ്യമാണ്. അത് അച്ഛൻ്റെയോ അമ്മയുടെയോ കയ്യിൽ പിടിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഭയമാണ്, കുഞ്ഞിന്റെ കൈ എപ്പോഴാണ് വിട്ടുപോകണമെന്ന് അറിയില്ല. നേരെ മറിച്ച് കുഞ്ഞിന്റെ കൈ അച്ഛനോ അമ്മയോ പിടിച്ചാലോ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം പിടിച്ചിരിക്കുന്നത് ഉറച്ച കൈകളാണ്. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ നമ്മൾ ഈ സാധന ശരിയായ രീതിയിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ കൃത്യമായ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പലപ്പോഴും ഈ 50-50 വരുമ്പോഴോ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉഴപ്പും. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ പരിഭവങ്ങൾ പറയുന്നത്. ഭഗവാനെ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു ഗതി വന്നു എന്നൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഈ രീതിയിലുള്ള പരിപൂർണമായിട്ടുള്ള സമർപ്പണം ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ അസുഖങ്ങൾ വരാം, ചിലർക്ക് മാറാവ്യാധികൾ ഉണ്ടാകാം, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം, മനസ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം മയക്കുമരുന്നിന് അടിമകളായി പോകുന്നു. ഇതൊക്കെ
നോർമലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ടെൻഷനാണ്. അപ്പൊ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോ ഇതൊക്കെ ആ പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തില് ഇങ്ങനൊരു വിഷയമില്ല. അപ്പൊ താൽക്കാലികമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, ആഗ്രഹങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ സ്വാർത്ഥത നമ്മൾ പോലും അറിയാതെ ഇത് ചെയ്യും. അപ്പോ അങ്ങനെ വരാതെ നമുക്ക് പരിപൂർണമായിട്ട് ആ ആത്മസമർപ്പണം അല്ലെങ്കിൽ ആ പരിപൂർണമായിട്ടുള്ള ചൈതന്യത്തിന്റെ മുൻപിൽ നമ്മൾ എല്ലാം സമർപ്പിച്ച് അതാണ് വണങ്ങി, അകമലരിട്ട് വണങ്ങി, ആ മനസ്സാകുന്ന പുഷ്പങ്ങളെ ഇട്ട് സമർപ്പിച്ച് വണങ്ങി സകലമഴിഞ്ഞ് അങ്ങനെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും നമ്മൾ മുക്തരാകാം, കണിഞ്ഞ്. അതെല്ലാം പിന്നീട് ഒരിക്കലും തിളിർത്തു വരാത്ത രീതിയിൽ, പിന്നെ സാധാരണ രീതിയിലുള്ള അറിവ്, കേവലത്തിൻ മഹിമയും മറ്റും, സാധാരണ കേവലമായിട്ടുള്ള സത്യത്തെ അറിയുന്നതിനുള്ള ഒരു മഹിമ, അതിനെക്കുറിച്ചുള്ളതും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് വിട്ട് കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? മഹസ്സിലാണിടണം. ആ ആത്മാവിന്റെ പരമാത്മാവിൽ നമ്മൾ പരിപൂർണമായിട്ട് ലയിച്ചു ചേരണം, അല്ലെങ്കിൽ അതായി മാറണം. അപ്പൊ നമുക്ക് നമ്മുടെ വ്യവഹാരത്തില് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ. സത്യത്തിൽ നമ്മൾ ഇപ്പോഴേ അത് തന്നെയാണ്. ഈ ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം എപ്പോഴാണോ കെട്ടുപോകുന്നത്, നശിച്ചു പോകുന്നത്, ആ സമയത്ത് തന്നെ അതിന് സാക്ഷിയായിരിക്കുന്ന ചൈതന്യമാണ് താൻ എന്നുള്ള ബോധത്തിലേക്ക് അവൻ ഉണരുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അതോടുകൂടി നമ്മളുടെ ഈ ജന്മം ഇവിടെ തീരുകയാണ്. പക്ഷെ ബാക്കിയുള്ള സമയം നമുക്ക് വളരെ ശാന്തമായിട്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കുവാനും സാധിക്കും. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സുഖം അല്ലെങ്കിൽ ശാന്തി, സമാധാനം നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് അറിവിന്റെ ഗുണം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് അറിവില്ലായ്മയെ മാറ്റുക, അതോടുകൂടി അവൻ ആഗ്രഹിക്കുന്ന ശാന്തിയും സമാധാനവും അതാക്കാന്നുള്ളത്. അങ്ങനെയാണ് നമ്മളുടെ ഈ ശ്ലോകത്തിന്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. അപ്പോ ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞ് തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റു മഹസ്സിലാണിടേണം എന്ന് സാമാന്യമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കുകയാണ്. പിന്നെ അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോഴോ, 14-ാമത്തെ ശ്ലോകം വരുമ്പോ, ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവിലെന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. അപ്പോ ഇവിടെയും നമ്മൾ കുറേയും കൂടിയും സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ്? ത്രിഭുവന സീമ കടന്ന് 3 ലോകങ്ങൾ, അതിന്റെ സീമ, അതിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് കടന്ന് പോയിട്ട് തിങ്ങി വിങ്ങും, അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം. ത്രിപുടി ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്, അതാണ് ത്രിപുടി എന്ന്. അത് മുടിഞ്ഞ് അതില്ലാതായി തെളിഞ്ഞിടുന്ന ദീപം, അതിന്റെ അപ്പുറത്ത് തെളിഞ്ഞ് പ്രകാശിക്കുന്ന ആ ദീപം കപടയതിക്ക്, കാപട്യമുള്ള ആത്മീയ സഞ്ചാരം നടത്തുന്ന ഒരാൾക്ക് കരസ്ഥമാകുകയില്ല, അവന് അത് ലഭ്യമല്ല എന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടണം എന്നുള്ള ഉപനിഷത്തിന്റെ ഉക്തി, ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്ന ആ രഹസ്യം ഓർക്കണം നീ എന്ന് പറയാണ്. അപ്പൊ ഗുരു കൃത്യമായിട്ട് സംശയത്തിന് ഇടവരാത്ത രീതിയിൽ പറയുകയാണ്. കാരണം ത്രിഭുവന സീമ, 3 ലോകങ്ങൾ. നമ്മളിപ്പോ ഗായത്രി മന്ത്രമൊക്കെ ജപിക്കുമ്പോ നമ്മൾക്കറിയാം, ഓം ഭൂ ഭുവഃ സ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. അപ്പൊ 3 ലോകങ്ങൾ, ഭൂലോകം, ഭുവർലോകം, സ്വർലോകം. അപ്പൊ ഈ 3 ലോകങ്ങളെയും അതിക്രമിച്ച് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ കടന്നു നിന്നുകൊണ്ട്, തിങ്ങി വിങ്ങും, അതിലെല്ലാം നിറഞ്ഞ്
തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. കാരണം ഒരു അല്പം പോലും ഗ്യാപ്പില്ല, അത്രമാത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ത്, ആ പരമമായിട്ടുള്ള ചൈതന്യം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും ആ നിൽക്കുന്ന ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക്. അപ്പൊ ത്രിപുടി, നമുക്ക് ഒരു വസ്തുവിനെ കുറിച്ച് അറിയാനായിട്ട് അതിന്റെ ജ്ഞാനം, അതിനെ അറിയുന്ന ഒരാള്, അതിന്റെ അറിവ്. അപ്പൊ ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്, ഇതാണ് ത്രിപുടി എന്ന് പറയുന്നത്. ഇതില്ലാതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോ ഈ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം, ഇതിന്റെ അപ്പുറത്തേക്ക് നിന്ന് പ്രകാശിക്കുന്ന ആ ദീപം. ഇപ്പൊ ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ് എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് നിന്നിട്ട് ആണ് ശരിക്കുള്ള ചൈതന്യം നമുക്ക് ചൈതന്യമാണ് ഇത് പ്രകാശിപ്പിക്കുന്നത്. ഇതിനെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന അതാണ്. ആ ദീപത്തെ എല്ലാത്തിനെയും, നമ്മൾ വിലമതിയാതെ വിളക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. ആ ദീപത്തെ ആർക്ക് മനസ്സിലാകില്ല, പിടികിട്ടില്ല? കപടയതിക്ക് കരസ്ഥമാകില്ല. ഈ പറയുന്ന 3 ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ത്രിപുടി മുടിഞ്ഞ് നിൽക്കുന്ന ആ തലത്തില് നിൽക്കുന്ന ചൈതന്യത്തെ കപടയതിക്ക്. അപ്പൊ യതി എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ അറിയുന്ന എങ്ങനെയാണ്? സന്യാസിമാർ, ആധ്യാത്മികമായിട്ട് ആ വഴിയിൽ സഞ്ചരിക്കുന്ന സാധകന്മാർ ഒക്കെയാണ് നമ്മൾ യതി എന്ന് പറയുന്നത്. ശ്രേഷ്ഠൻ, സന്യാസി ശ്രേഷ്ഠൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക വ്യക്തി എന്നുള്ള രീതിയിലല്ല, ആധ്യാത്മികമായിട്ട് സഞ്ചരിക്കുന്ന, ആത്മാർത്ഥമായിട്ട് സഞ്ചരിക്കാത്ത ഒരാളാണ് കപടയതി എന്ന് പറയുന്നത്. പക്ഷെ യതികളുടെ, അല്ലെങ്കിൽ ആ വേഷമൊക്കെ ഇട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പൊ വലിയ ത്രിപുണ്ടറൊക്കെ അടിച്ച്, വലിയ ജടയൊക്കെ വളർത്തി, താടിയൊക്കെ നീട്ടി, വിരക്തനായിട്ടൊക്കെ പുറത്ത് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്ന വ്യക്തി, അവർക്ക് അവര് ആന്തരികമായിട്ട് ആ ഒരു തലത്തിലേക്ക് ഉണർന്നിട്ടില്ലെങ്കിൽ അവര് കപടയതി എന്ന് പറയും. ഇപ്പൊ സാധാരണ ഭക്തന്മാരുണ്ട്, അവര് വലിയ ഭസ്മമൊക്കെ പൂശും, അല്ലെങ്കിൽ വലിയ പൊട്ടൊക്കെ തൊടും, വലിയ പരമഭക്തന്മാരായിട്ടൊക്കെ അഭിനയിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അഭിനയമല്ല, അവരതാണ് ശരിയെന്ന് പറഞ്ഞു പോവുകയാണ്. വലിയ വ്രതമൊക്കെ എടുക്കും, ഉപവാസം എടുക്കും, അതുപോലെ പല പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ആധ്യാത്മികതയുടെ പേരിൽ. പക്ഷെ അവരെല്ലാം നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഒരു പർട്ടിക്കുലർ ആൾക്കാർ മാത്രമല്ല, ആത്മീയമായിട്ട് സത്യസന്ധമല്ലാതെ പോകുന്നവർ. കാരണം അവർ സത്യസന്ധമായിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വെളിച്ചമുണ്ടാവും, അകത്തുനിന്ന് വെളിച്ചമുണ്ടാവും. ഇപ്പൊ നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകളാണ് ശബരിമല അയ്യപ്പനെ ദർശിക്കുവാനായിട്ട് ശബരിമലയ്ക്ക് പോകുന്നു. ആ ശബരിമല 18-ാം പടി കയറി ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ മുൻപിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മളുടെ ഉപനിഷത്തിലെ, പ്രത്യേകിച്ച് ഛാന്തോക്യ ഉപനിഷത്തിലെ തത്വമസി എന്നുള്ള മഹാവാക്യത്തെയാണ്. അയ്യപ്പസ്വാമി പിടിച്ചിരിക്കുന്ന മുദ്രയും ചിന്മുദ്രയാണ്. പക്ഷേ ഈ പോകുന്നതിൽ ഒരാൾക്ക് പോലും തത്വമസി എന്നുള്ള അവബോധം കൊണ്ടല്ല അവർ തിരിച്ചു വരുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവരെല്ലാവരും 41 ദിവസം വ്രതം എടുക്കുന്നു, സ്വാമി ശരണമയ്യപ്പ വിളിക്കുന്നു, അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് അത് നീയാണ് എന്നുള്ള അവബോധം അവർക്ക് ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നത്? അവരുടെ സ്വഭാവത്തിന് എന്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല? 41 ദിവസമോ 11 ദിവസമോ 9 ദിവസമോ ഒക്കെ ഇവര് വ്രതമെടുത്ത് പോകുന്നുണ്ട്. അവിടെ പോകുന്നവരാരും ആത്മജ്ഞാനം, തത്വമസി എന്നുള്ള അറിവ് നേടാൻ പോകുന്നവരല്ല. മറിച്ച് അവരുടെ ചില ആഗ്രഹ പൂർത്തീകരണത്തിന് അയ്യപ്പനെ കൂട്ടുപിടിക്കുന്നു. അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നതിനും, അതുപോലെ മക്കളുടെ കാര്യങ്ങൾക്കും, സ്വന്തമായിട്ട് മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി അവര്
വ്രതം അനുഷ്ഠിക്കുകയാണ്. പക്ഷെ ഇവിടെ പറയും, അപ്പൊ അതുകൊണ്ട് അത് കപട യതിന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള കപട ആചാരങ്ങൾ അവർക്ക് ഈ തത്വമസി മനസ്സിലാകില്ല. ഉപനിഷത്ത് ഉക്തി അതാണ്. ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം, ഉപനിഷത്ത് ഉക്തി എന്ന് പറയുന്നത് ഈ തത്വമസിയെ കുറിച്ചാണ്. അല്ലെങ്കിൽ അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, ഇങ്ങനെയുള്ള ആ രഹസ്യത്തെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഗുരു പറയുകയാണ്. നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കപട യതി എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് വെറും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ദേവതാ ഉപാസന നടത്തി അയാൾക്ക് ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ സ്വർഗകാമോ യജേത, സ്വർഗം ആഗ്രഹിക്കുന്നവൻ യജ്ഞം ചെയ്യട്ടെ, യാഗം ചെയ്യട്ടെ എന്ന് പറയുന്ന പോലെ സ്വർഗം ഇച്ഛിക്കുന്ന ആ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ത് ഈ ഉപനിഷദ് ഉക്തി രഹസ്യം എന്ന് ഓർക്കണം എന്നാ പറയുന്നത്. ഗുരു കുറ്റം പറയല്ല, അത് ഓർക്കണം. നമ്മൾ ഓരോരുത്തരും, നമ്മൾ മറ്റുള്ളവരിലേക്ക് ചൂണ്ടേണ്ട ആവശ്യമില്ല, നമ്മൾ സ്വയമായിട്ട് ഈ കാര്യം ഓർക്കണം. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ചെന്ന ഒരു ശിഷ്യനോടാണ് ഗുരു പറയുന്നത്, നമ്മൾ ഓർക്കണം. അപ്പൊ ആരൊക്കെയാണോ ഇങ്ങനെ ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ആത്മജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുന്നത്, ആ ആത്മജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുന്ന ശിഷ്യനോട്, അവൻ ഭക്തനല്ല, അവൻ ശിഷ്യനാണ്. ഭക്തനും ശിഷ്യനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഭക്തന്മാര് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അവര് ആ അമ്പലത്തിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അനുസരിച്ച് അങ്ങ് പോകും, അന്ധമായിട്ട് അങ്ങ് അനുസരിച്ച് പോകും. ശിഷ്യൻ അങ്ങനെയല്ല. ശിഷ്യന് അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന് സംശയങ്ങൾ വരും. അപ്പൊ ഗുരുവിനോടൊപ്പം നിന്ന് ഗുരുവിനെ മനസ്സിലാക്കി അവൻ സമയാസമയങ്ങളിൽ കൃത്യമായ ചോദ്യങ്ങളും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ മനസ്സിനകത്തുള്ള അറിവില്ലായ്മയെ മാറ്റാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോ പണ്ടൊരിക്കൽ നമ്മുടെ തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള EV രാമസ്വാമി നായ്ക്കർ എന്ന ലീഡർ ഒരിക്കലും ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ പറയുകയായിരുന്നു, കോവിലിരിക്കുന്ന ഈശ്വരൻ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ ആരും പോകില്ല എന്ന്. എന്തുകൊണ്ടാണ്? കോവിലിരിക്കുന്ന ഈശ്വരൻ സംസാരിക്കുന്നില്ല. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്? ഭഗവാനെ, എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണം, അതുപോലെ അടുത്തുള്ള ആള് ശരിയല്ല, അവർക്കൊരു പണി കൊടുക്കണം, ഇങ്ങനെയൊക്കെ പല പല കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുമായിട്ടാണ് അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അമ്പലങ്ങളിൽ പോകുമ്പോൾ തന്നെ നിശബ്ദമായി അവിടെ പോയിരുന്ന് ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ആ ശ്രീകോവിലിന്റെ അടുത്ത് വരെ നമ്മൾ പരസ്പരം സംസാരിച്ച് മറ്റുള്ളവരെ കുറ്റങ്ങൾ പറഞ്ഞ് അവരെ നമുക്ക് മാത്രം എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ഭാവത്തിലാണ് ഈ ശ്രീകോവിലിന്റെ മുൻപിൽ വരെ ആളുകൾ ചെന്നെത്തുന്നത്. അപ്പോ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഇരിക്കുന്ന ഈശ്വരൻ സംസാരിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ, സംസാരിക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ സ്വാഭാവികമായിട്ട് പറയും, നീ അങ്ങനെ ചിന്തിക്കരുത്, നീ മറ്റുള്ളവരെ കുറ്റം പറയരുത്. ഇങ്ങനെയൊക്കെ ആ ഭഗവാൻ ഉപദേശിക്കും. അങ്ങനെ ഉപദേശിക്കുമ്പോൾ പിന്നെ അവിടെ ആരും വരില്ല എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. നമ്മുടെ ഒരു കോമൺ സെൻസ് നോക്കിയാൽ നമുക്കറിയാം, നമ്മളെ തിരുത്തുന്നവരെ ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ കുറ്റം പറയുകയാണെന്നാണ്. അപ്പോ കുറ്റം പറച്ചിലല്ല, നമ്മൾ നേരിട്ട് ഒരാളോട് നമ്മുടെ പോരായ്മ, ഇപ്പൊ എന്നോട് ഒരാൾ പറയണ, സ്വാമിക്ക് ഇന്നതുപോലെ ഒരു പോരായ്മയുണ്ട്, അത് തിരുത്തിയാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ ഞാൻ അതിന് ദേഷ്യപ്പെടുക അല്ല വേണ്ടുന്നത്. ഞാൻ അതിനെ വിശകലനം ചെയ്തിട്ട് എൻ്റെ സൈഡിൽ ആ മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ അതിന് നമ്മൾ തിരുത്തുകയാണ് വേണ്ടത്. അങ്ങനെ മഹർഷിമാര് പറയുന്നു, എത്ര വലിയ ആളാണെങ്കിലും ഒരു കൊച്ചുകുട്ടി ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്നവനാണ് മഹാൻ എന്ന് പറയും. എന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ ഹൃദയ വിശാലത. താൻ എത്ര വളർന്നാലും അവിടെയൊക്കെ ചില പോരായ്മകൾ ഉണ്ട് എന്ന് ഉണ്ടാകാം എന്ന് അയാൾക്കും അറിയാം. അപ്പോ ഒരാൾ വിദ്യ പൂർണ്ണമാക്കുന്ന അങ്ങനെയാണ്. അപ്പോ കുറച്ച് കാൽഭാഗം ആചാര്യന്റെ അടുത്തുനിന്നും
കാൽഭാഗം സഹപാഠികളുടെ അടുത്ത് നിന്നും, കാൽഭാഗം വീട്ടിൽ നിന്നും, പിന്നെ കാലക്രമേണ എന്നാ പറയുന്നത്. അപ്പോഴാണ് വിദ്യ പൂർണ്ണമാകുന്നത്. അപ്പൊ കാലക്രമേണ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോ ആത്മജ്ഞാനം നേടിയ ആളുടെ അടുത്ത് മാത്രം നമ്മൾ ഈ കാര്യമൊന്നും പറയാൻ പാടില്ല, പറയേണ്ട ആവശ്യമില്ല. പാടില്ലെന്നല്ല, ആവശ്യമില്ല. കാരണം അദ്ദേഹം പരിപൂർണമായിട്ടുള്ള ആ ആത്മാവിൽ രമിച്ചിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മറ്റുള്ളതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലോകമാണ്. അപ്പൊ ദുഃഖമയമായിട്ടുള്ള കാര്യത്തിലേക്ക് അല്ല പോകേണ്ടത്, മറിച്ച് ഇതിലേക്കാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ചിന്തകൾ ശരിയായ രീതിയിലേക്ക്, ഡയറക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നതാണ്. അപ്പോ ഉപനിഷത്തുകൾ പറയുന്ന ആ ഉക്തി, ഉപനിഷത്ത് പറയുന്ന, പ്രഖ്യാപിക്കുന്ന ആ ഉപദേശങ്ങൾ, ഒരു ഗുരു ശിഷ്യനോട് നല്ലതിനു വേണ്ടി പറയുമ്പോൾ അതിനെ ആ രീതിയിൽ എടുക്കുകയും അതിനെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് ഉത്തമനായിട്ടുള്ള ശിഷ്യനായി മാറുന്നത്. അപ്പോ ഭക്തന്മാര് കുറെ നാളത്തെ നിരന്തരമായിട്ടുള്ള ഭക്തി കൊണ്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക്, സത്സംഗം കൊണ്ട് മാത്രമേ അവർക്കത് മാറാൻ പറ്റുള്ളൂ. അപ്പൊ സത്സംഗത്തിന്റെ ഗുണം അങ്ങനെ അത്ര വലുതാണ്. നിരന്തരമായിട്ടുള്ള സത്സംഗത്തിലൂടെ അവന് ശിഷ്യനായിട്ട് മാറാം. അങ്ങനെ ശിഷ്യനായി മാറുമ്പോഴേക്കും അവന് ധാരാളം സംശയങ്ങൾ സ്വയം ഉണ്ടാകുകയും ആ സംശയങ്ങൾ ഗുരുവിന്റെ സമയവും സന്ദർഭവും മൂടൊക്കെ നോക്കി ചോദിക്കുകയും ഗുരു അതിന് തരുന്ന മറുപടിയെ, ഉത്തരത്തെ കൃത്യമായി സൂക്ഷിച്ച് മനസ്സിലാക്കി സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഉപനിഷത്ത് ഉക്തി രഹസ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് ഒരു വ്യക്തി ഉണരണം, അല്ലെങ്കിൽ അവൻ ഉയരണം. അതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോ അത്രമാത്രം പ്രാധാന്യം ഈ ഒരു ഉപനിഷത്ത് ഉക്തിക്കുണ്ട്. കാരണം ഉപനിഷത്തിന്റെ സാരം, ഉപനിഷത്ത് സന്ദേശം, അത് ഭഗവത്ഗീതയിലും എല്ലാ ഉപനിഷത്തുകളും അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ രഹസ്യത്തെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും ക്വാളിറ്റി നമുക്ക് വേണം. നമുക്ക് ആ ഒരു തെളിച്ചം, നമുക്ക് യോഗ്യത ഒക്കെ ആവശ്യമാണ്. കാരണം മനസ്സിനകത്ത് കിടക്കുന്ന തമോ ഗുണത്തെ, രജോ ഗുണത്തെ നമുക്ക് മാറ്റാൻ പറ്റണം. അത് നിരന്തരമായിട്ടുള്ള സാധനയിലൂടെയും നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെയും സത്സംഗത്തിലൂടെയും ഒക്കെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ എടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അത് നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഗുരുവിന്റെ ഈ വളരെ ലളിതമായിട്ടുള്ള പദപ്രയോഗത്തിലൂടെ ഉപനിഷത്തിന്റെ സത്തയിലേക്ക്, ഉപനിഷത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ ഗുരു കൊണ്ടുപോവുകയാണ്. അപ്പോ ഈ 3 തലങ്ങളെ, 3 ലോകങ്ങളെ, ഈ 3 ലോകങ്ങളും നശിച്ചു പോകുന്നതാണ്, ഇല്ലാതാകുന്നതാണ് എന്നറിഞ്ഞിട്ടും അതിനെ എല്ലാം പ്രകാശിപ്പിക്കുന്നത്, അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത്, ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ചൈതന്യമാണ്. തിങ്ങി വിങ്ങി നിൽക്കുന്ന അതിനെ ഈ ത്രിപുടി നമ്മൾ ഈ ത്രിപുടി മുടിഞ്ഞാൽ മാത്രമേ ആ ദീപത്തെ നമുക്ക് സാക്ഷാത്കരിക്കുവാൻ, തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇത് 3 ലോകങ്ങളാണ്. ആ രീതിയിൽ നോക്കിയാലും ഭൂലോകവും ഭൂവർലോകവും സ്വർലോകവും ഒക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാം അങ്ങനെയൊക്കെ ലോകങ്ങൾ സാങ്കല്പികം. നമുക്ക് ലോകങ്ങൾ അനേകമുണ്ടാകാം. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്ന ഒരു ലോകമാണ്. ഈ ജാഗ്രതയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതുപോലെ സ്വപ്ന ലോകവും വേറൊരു ലോകമാണ്. അതേപോലെ സുഷുപ്തി. അപ്പോ 3 തലങ്ങൾ, 3 ലോകങ്ങൾ. അപ്പൊ നമ്മൾ 2 വ്യക്തികളുണ്ടെങ്കിലും ആ 2 വ്യക്തികളും 2 തലങ്ങളിലാണ്, 2 ലോകത്താണ്. അതുപോലെ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ അവർ 5 ലോകത്താണ്. ചില കാര്യങ്ങളിൽ മാത്രമായിരിക്കും തമ്മിലൊരു യോജിപ്പ്. അപ്പൊ അതുകൊണ്ട് അതെവിടെയാണ്, എന്തിനാണ് വന്നിരിക്കുന്നത്? അപ്പൊ ഓരോരുത്തരുടെയും ലോകം, കണ്ണുള്ളവന്റെ ലോകം, കാതില്ലാത്തവന്റെ ലോകം, അതുപോലെ സ്പർശന ശക്തി ഇല്ലാത്തവന്റെ ലോകം, അങ്ങനെ ഏതെല്ലാം രീതിയിൽ സംസാരശേഷിയില്ലാത്ത, ഇതൊക്കെ വളരെ
വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളാണ്. അപ്പോ അങ്ങനെയുള്ള എല്ലാത്തിനെയും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ ഇതിലെല്ലാത്തിലും തെളിഞ്ഞു നിൽക്കുന്ന, ഇതിനെല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ചൈതന്യത്തെ, ആ ദീപത്തെ, അത് ഉപനിഷത്തിന്റെ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന രഹസ്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു അന്വേഷണം, മുമുക്ഷുത്വം അതുപോലെ നമുക്ക് ഉണ്ടായേ പറ്റൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഉത്തമമായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മുടെ സാധന, ദിവസവുമുള്ള യോഗ പ്രാക്ടീസ്, അതുപോലെ പ്രാണായാമം, ധ്യാനം, ജപം, മനനം, ഇതൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അങ്ങനെ ആ രഹസ്യത്തെ, ഉപനിഷദ് ഉക്തി രഹസ്യത്തെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സാധന തുടരാം. നമുക്ക് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ തൽക്കാലം നമുക്ക് ഇന്നത്തെ ഇത് നമുക്ക് ഇവിടെ നിർത്താം. സംശയങ്ങൾ ഉള്ളവർക്ക് ചോദിക്കാം. അപ്പോ അതായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. ഹരി ഓം സ്വാമിജി. ഹരി ഓം. ഹരി ഓം. ഇന്ന് 2 ശ്ലോകങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം, ഏതെങ്കിലും ഭാഗത്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്വാമിജിയോട് ചോദിക്കാം. അതിനുള്ള ഒരു അവസരമാണിപ്പോ. സ്വാമിജി, കഴിഞ്ഞ ക്ലാസ്സില് ഒരക്ക ചോദിച്ചിരുന്നു, നോക്കിയുണ്ടോന്ന് അറിയില്ല, അദ്വൈതവും ദ്വൈതവും തമ്മിലുള്ള ഒരു ഓർത്ത് വെച്ചിരിക്കുമായിരുന്നു. ഒക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, നോക്കിയില്ല. അതെ പറഞ്ഞിരുന്നു, ഞാനത് മറന്നുപോയി, അതുകൊണ്ടാണ് നേരിട്ട് അത് പോയത്. അപ്പൊ ദ്വൈതം വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ലാതെ. ദ്വൈതം എന്ന് പറയുന്നത് ഞാനും ദൈവവും, ഞാനും പ്രകൃതിയും രണ്ടാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന ഒന്നാണ് ദ്വൈതം. അപ്പൊ ഈ രണ്ട് ഉണ്ട്, ഞാനുണ്ട്, പ്രകൃതിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ദൈവം വേറെയാണ്. ഇത് ദ്വൈതമാണ്. ഇതിനകത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ മൊത്തം കിടക്കുന്നത്. അപ്പൊ ഞാൻ വേറെ, ദൈവം വേറെ, ദൈവത്തിന്റെ സൃഷ്ടി വേറെ, അതുപോലെ ദൈവം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ശിക്ഷകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കുന്നു, എന്നൊക്കെ ആ ഭാവം, അതിനെയാണ് നമ്മൾ ദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതം എന്ന് പറയുമ്പോൾ രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഞാനും ഈശ്വരനും രണ്ടല്ല, ഒന്നാണ്. തത്വമസി എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്വൈതമാണ്. അതായത് അത് നീയാണ് എന്ന് പറയുന്നത് ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് ലയിച്ചു പോകുന്നത്, അത് ഈ പ്രപഞ്ചത്തിന്റെ സത്തയാണ്, ചൈതന്യമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്ന ആ ചൈതന്യം തന്നെയാണ് നിന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ള അറിവാണ് എന്ത് ചെയ്യുന്നത്, മഹർഷി അദ്വൈതത്തിലൂടെ കൊടുക്കുന്നത്. അത് നീ തന്നെയാണ്. കാരണം അപ്പൊ നമ്മൾക്ക് അത് പെട്ടെന്ന് പിടികിട്ടാത്തതിന്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മുടെ മനസ്സ് ആ രീതിയിൽ ട്യൂൺ ചെയ്തിട്ടില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യം തന്നെയാണ് എന്റെയും നിന്റെയും എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തത്വം അസി, അത് നീ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ചിന്തയില്ലാതെ, ഭേദബുദ്ധിയില്ലാതെ എല്ലാം ഒന്നായി കാണുന്നതിനെയാണ് നമ്മൾ അദ്വൈതം എന്ന് പറയുന്നത്, നോൺ ഡ്യുവാലിറ്റി എന്നൊക്കെ പറയും. അപ്പോ അത് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ കാരണം ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വാസനകൾ, ഞാൻ വേറെയാണ്, ദൈവം വേറെയാണ് എന്നുള്ള, ഞാൻ പാപിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നൊക്കെയുള്ള അറിവില്ലായ്മയിൽ നിന്നുണ്ടായ വാസനയുണ്ട്. ആ വാസനയെ എന്ത് ചെയ്യുന്നു, ആ വാസന അതിശക്തമായിട്ട് കിടക്കുന്നതുകൊണ്ട് അതിന് അജ്ഞാനം കൊണ്ടാണ്, മായ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ ഇത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ അറിവിലേക്ക് നമുക്ക് വരാൻ പറ്റാതിരിക്കുന്നത്, ദ്വൈതത്തിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ദ്വൈതഭാവം മാറ്റി നമ്മൾ അദ്വൈതത്തിലേക്ക്, സർവം ഖലിതം ബ്രഹ്മ, ഈ കാണുന്നതെല്ലാം
ആ ചൈതന്യം തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഭേദബുദ്ധി ഉണ്ടാകുന്നില്ല. പല ജാതികളെക്കുറിച്ചും മതത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും വർണ്ണത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഭേദബുദ്ധികളൊക്കെ അവിടെ അസ്തമിച്ചു പോവുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് ഓരോ മനസ്സിന്റെയും സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള ചില സ്വഭാവങ്ങളുടെ വ്യത്യാസമുണ്ട്. പക്ഷേ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്നത് ഒരു ചൈതന്യം തന്നെയാണ്, രണ്ടല്ല. അതുകൊണ്ടാണ് മഹർഷിമാര് പറയുന്നത് ആ ചൈതന്യം ഒന്ന് തന്നെയാണ്. പക്ഷെ അവരുടെ മനസ്സിൽ പ്രവർത്തിക്കുന്ന ആ സംസ്കാരങ്ങൾ അത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. അത് ദൃശ്യമാണ്, അത് ദ്വൈതത്തിലുള്ളതാണ്, അത് എന്റെ ദൃശ്യമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മാറ്റമില്ലാതിരിക്കുന്നത് ഏതോ അത് തന്നെയാണ് ശുദ്ധമായിട്ടുള്ള ആ ഞാൻ. അതിനെ തന്നെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. സാമാന്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹലോ, ഹരി ഓം. രാജലക്ഷ്മി ഹരി ഓം. ഹരി ഓം. ഹരി ഓം. രാജലക്ഷ്മി ഒക്കെ ഉണ്ടായിരുന്നോ? സ്വാമിജി പറഞ്ഞത് കേട്ടിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഹരി ഓം. ബ്രഹ്മശ്രീ സാന്താനന്ദ സ്വാമികൾ ഉണ്ടായിരുന്നോ? ഓക്കെ, പറഞ്ഞോളൂ. ഒരു സംശയം, ഈ പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹം സാത്വികനല്ലായിരുന്നോ? സാത്വികനായിരുന്നു. പിന്നെ എന്തിനാ അങ്ങേര് മറ്റേ ഇറച്ചിയും മീനും ഒക്കെ പൂജിക്കുന്ന കാളിയെ പൂജിച്ചത്? അത് ബംഗാളിൽ പൊതുവെ ദേവി ഭക്തന്മാര് ദേവിക്ക് സമർപ്പിക്കുന്നത് ഈ രീതിയിലുള്ള സംഭവങ്ങളാണ്. അപ്പൊ അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. പക്ഷെ ഈ പൂജാ സംവിധാനങ്ങളെല്ലാം ആ രീതിയിലുള്ള മത്സ്യവും മാംസവും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള പൂജയായിരുന്നു. അവസാന കാലഘട്ടത്തിലൊക്കെ വന്നു പിന്നെ അദ്ദേഹം കഴിക്കാതെയായി, നിവേദിക്കും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് വേറെ തലത്തിലേക്ക് ഉയർന്നത് കൊണ്ട് പിന്നെ അതിനകത്തേക്ക് താല്പര്യമില്ല. അപ്പൊ അത് ബ്രാഹ്മൺസ് ആണെങ്കിലും ഇപ്പൊ വടക്കേ ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ അവര് നോൺ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് അവരുടെ വാസനയാണ്. ഇപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ വാസന കൊണ്ടാണ്. ഇപ്പൊ നമ്മള് കഴിക്കുന്ന പോലെ തന്നെയാണ്. ആ വാസന ശക്തമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അവർ കഴിക്കുന്നു. പക്ഷെ അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് മറ്റു ചിന്തിച്ചു കഴിയുമ്പോൾ പിന്നെ അത് അവരങ്ങ് ഒഴിവാക്കുകയാണ്. അല്ല, ചോദിച്ചതേ ഉള്ളൂ. അതെ, അല്ല, അത് ന്യായമായ ചോദ്യമാണ്. കാരണം നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പല പല സംശയങ്ങൾ വരും. ചോദിച്ച് ക്ലിയർ ആക്കി പോകണം, എങ്കിലേ നമുക്ക് നാളെ സംശയം ഇല്ലാതിരിക്കണം. അപ്പൊ ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിന് സംസ്കാരത്തിനനുസരിച്ച് ഇത് ചെയ്യുന്നു. ഉപാസനകൾ ഇപ്പൊ നമ്മള് ശക്തിപീഠങ്ങളിലൊക്കെ ഉള്ള ഉപാസനകൾ അങ്ങനെയാണ്. അത് വളരെ രാജസിക ഭാവം മുറ്റി നിൽക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം പിന്നെ അവര് സാത്വികമായിട്ടുള്ള തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റു ചിലര് അപ്പൊ അവിടെ വിചാരവും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കുള്ള അറിവ് വരുന്നത് കൊണ്ടാണ് അത് അവർ കംപ്ലീറ്റ് ഇല്ലാതാക്കി കളയുന്നത്. മറ്റു പലരും ആ അറിവ് അവിടെ പ്രയോഗിക്കുന്നില്ല, അതുകൊണ്ട് അത് തുടരുന്നു മാത്രം. സ്വാമിജി പറഞ്ഞ കാമാഖ്യ ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ആടിനെ ഇങ്ങനെ തല വെച്ച് നമുക്ക് കാണാനേ പറ്റില്ല. ഇങ്ങനെ കണ്ടപ്പോഴേ ഞങ്ങൾ തൊഴാതെ അങ്ങ് അമ്പലത്തിൽ നിന്ന് പോയി, തിരിച്ചു പോയി. അതെ അതെ അതെ, ഞാനും പോയിട്ടുണ്ട്. സ്വാമിജി നമസ്തേ. ഇത് വടക്കേ ഇന്ത്യയിലെ ഇത് ദുർഗാ പൂജയുടെ സമയത്ത് അവർക്ക് ഇത് മസ്റ്റാ, മീൻ ഇത്. അതുപോലെ തന്നെ വിവാഹത്തിന് അവർക്ക് ഒരു മീൻ കൊടുക്കും, വലിയൊരു മീനൊക്കെ അവർക്ക്. അതൊരു കമ്പൽസറി ആയിട്ടാണ് അവരത് കരുതിയിരിക്കുന്നത്. അതാ അത് ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നവർ ഈ അറിവിന്റെ തലത്തിലേക്ക് വരുന്നില്ലല്ലോ. അവരിപ്പോഴും പല മാമൂലുകളായിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതാണ് പ്രശ്നം. അപ്പോ അറിവ് ഉണ്ടാകുക, ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അറിവുണ്ടാകുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓരോരുത്തർ അവരവരാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരേണ്ടത്, മറ്റുള്ളവരല്ല. മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് നമ്മൾ വീണ്ടും ഇപ്പൊ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന രാമകൃഷ്ണ മഠത്തിലും ചേരുന്ന പല ബ്രഹ്മചാരികളും സ്വാമിമാരും അവിടെ കൽക്കട്ട ചെല്ലുമ്പോൾ അവര് ഈ മീനൊക്കെ കഴിക്കുന്നില്ല. അവിടെ ഇപ്പോഴും 2 പങ്കത്താണ്, 2 സദ്യ ദിവസമുള്ള ഭക്ഷണത്തിന് 2 പങ്കത്ത്, 2 ഇതാണ്, നോൺ ഉള്ളതും നോൺ ഇല്ലാത്തതുമായിട്ടുള്ള ഫുഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അവർക്ക് നോൺ കഴിക്കുന്നവർക്ക് കഴിക്കാം, പിന്നെ അല്ലാത്തവർക്ക് അത് കഴിക്കാം. അങ്ങനെ സംവിധാനം ഇപ്പോഴും അവിടെ ഉണ്ട്, മാറിയിട്ടൊന്നുമില്ല.
ശരി, വേറെ? സ്വാമികളെ ഒരു സംശയം ചോദിച്ചോട്ടെ? ഓ, ചോദിക്കും. ഹിമാലയ സാനുക്കളിൽ ഒത്തിരി വർഷങ്ങൾ താമസിച്ചു എന്ന് പറഞ്ഞില്ലേ? അവിടെ അപ്പം എങ്ങനെയാ പർവ്വതങ്ങളായിട്ട് ഉള്ള അതിൽ അങ്ങനെയാണോ താമസിക്കുന്നത്? അതെയോ അവിടെ അങ്ങനെ ആശ്രമങ്ങളൊക്കെ ഉണ്ടോ? അതെങ്ങനെയാണ്? അവിടെയൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഗുഹകളിലും ചെറിയ കുടിലുകളിലൊക്കെയാണ് സന്യാസിമാർ താമസിച്ചിരുന്നത്. പിന്നീട് അവിടെ ഗ്രാമക്കാരുണ്ട്. ഓരോ പഹാഡിലും ഓരോ മലകളിലും നമ്മുടെ ഇവിടെ താമസിക്കുന്ന പോലെയുള്ള ആളുകളുണ്ട്. പക്ഷെ അവർ പഹാഡികൾ എന്ന് അറിയപ്പെടുന്നത്. ഓരോ ഗ്രാമങ്ങളുടെ ചരിവുകളിൽ അവർ ചെറിയ കൃഷിസ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ അവർ താമസിക്കുന്നുണ്ട്. സന്യാസിമാരും ആ ഗ്രാമത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ കുടിലുണ്ടാവും. അപ്പൊ ഞാൻ താമസിച്ചിരുന്നത് ഉത്തരകാശിയില് ഡുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ദേവിധാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഉദ്വാലക ഗാവ് എന്ന് പറഞ്ഞിട്ട് ഉദ്വാലക മഹർഷിയുടെ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു ഗാവുണ്ട്, ഗ്രാമമുണ്ട്. അതിന്റെ അടുത്ത് തന്നെയാണ് ഉദ്വാലക ഗുഹ എന്ന് പറഞ്ഞിട്ട് നദിയുടെ തീരത്തൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലാണ് ഞാൻ താമസിച്ചിരുന്നത് കുറെ നാള്. അപ്പൊ അങ്ങനെ മലകളാണ്, മലകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അവര് താഴേക്കൊക്കെ ഇറങ്ങി വരണമെങ്കിൽ കുറെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ വഴികളൊക്കെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. വണ്ടി പോകും, ചെറിയ വണ്ടി പോകും. ഇപ്പൊ നമ്മള് ഋഷികേശ് നിന്ന് ബസ്സുണ്ട് നേരെ ഉത്തരകാശി, ഗംഗോത്രി വരെ ബസ്സിന് പോകും. കേദാർനാഥിലേക്ക് ബസ് പോകും. അതൊക്കെ വലിയ വലിയ മലകളാണ്. അപ്പൊ നമ്മൾ ഈ വരുന്ന ഒക്ടോബറിൽ നമ്മളൊരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ അരിയപ്പുറത്തുനിന്നൊരു ഞാൻ കുറെ വർഷങ്ങൾ കൊണ്ടുപോയിരുന്നു. അപ്പൊ ഈ വർഷം നമ്മളൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഒക്ടോബറിലൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ കൂടി വരാം, കാണാം, ഹിമാലയമൊക്കെ കാണാം. ഒരുപാട് നടക്കാനൊന്നും ഒരുപാടില്ല ഇപ്പോ. പിന്നെ കേദാർനാഥിലേക്ക് പോകുമ്പോൾ മാത്രം നമ്മളൊരു ഹെലികോപ്റ്ററിൽ കുറച്ച് ദൂരം ഹെലികോപ്റ്ററിൽ പോകാം. അല്ലെങ്കിൽ നമ്മൾ കോവർക്കഴുതയുടെ പുറത്തിരുന്ന് പോകണം. ബദ്രിനാഥിലൊന്നും കാര്യമായിട്ട് നടക്കാനില്ല, ലേശം മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് നദിയുടെ അക്കരെ കയറി കഴിഞ്ഞാൽ ക്ഷേത്രമായി. അവിടെ മലയാളി പൂജാരിയാണ് പൂജ നടത്തുന്നത് നാരായണില്. ഗംഗോത്രിയിലും നമുക്ക് ഒരുപാട് നടക്കാനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ, കുറച്ചതേ ഉള്ളൂ. ഗംഗാ ദേവിയുടെ ഇതൊക്കെ നമുക്ക് കാണാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മളൊരു 12 ദിവസം യാത്രയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഫ്ലൈറ്റുമാണ്. ഡെറാഡൂണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് താല്പര്യമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പോയി കാണാനൊക്കെ പറ്റും. പിന്നെ വേറെ ക്ലൈമറ്റ് ഒക്കെ പിടിക്കുവോ സ്വാമിജി അവിടെയൊക്കെ പോയാല്? ഹിമാലയത്തിലൊക്കെ കുഴപ്പമില്ല. നമുക്ക് ഒരു ഒക്ടോബറിലൊക്കെ ചെറിയൊരു തണുപ്പ് തുടങ്ങുന്നേ ഉള്ളൂ, അല്ലാതെ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല. പോയിട്ട് നല്ല സുഖകരമായിട്ടുള്ള കാലാവസ്ഥ, വലിയ കുഴപ്പം മഴയൊന്നും ഇല്ലാത്തൊരു സമയമാണ് അത്. ചെറിയൊരു തണുപ്പ്, അത്യാവശ്യം നല്ല സ്വെറ്ററൊക്കെ കയ്യിൽ വേണം. പിന്നെ നമ്മള് ഫുഡിന് വേറെ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് കുക്കിനെ കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ രീതിയിലുള്ള ഫുഡ് അവിടെ ഉണ്ടാക്കും. എന്നിട്ട് അങ്ങനെ കഴിക്കുന്നത്. അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചാൽ നമ്മുടെ വയറൊക്കെ കേടാവാൻ സാധ്യതയുണ്ട്. ഈ കടുകെണ്ണയൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് സാമാന്യം ഇതുള്ള ആളുകൾക്കൊക്കെ പോകാം. ഇയർലി പോവോ സ്വാമി അവിടെ? ഇങ്ങനത്തെ ഒരു ടൂർ ഓപ്പറേഷൻ ഉണ്ടോ? ഇങ്ങനെ വർഷം തോറും ഇങ്ങനെ പോകാറുണ്ടോ? അതോ ഒത്തിരി നാളായിട്ട് പോയിട്ട്? ഞാനിങ്ങനെ ഒരു വർഷത്തിലൊരിക്കലും ഇങ്ങനെ കുറച്ച് ആളുകളുമായിട്ട് പോവും. ചെറിയൊരു സത്സംഗമൊക്കെ അവിടെ നടത്തിയിട്ട് അവിടെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോരും. കുറെ വർഷം ഞാൻ അവിടെ ആയിരുന്നു. ഉത്തരകാശിയിലും ഗംഗോത്രിയിലും ഒക്കെ ആയിരുന്നു കുറെ വർഷം. പിന്നെ കൈലാസത്തിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ കുറെ ആളുകൾക്ക് താല്പര്യം ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കൊണ്ടുപോയിട്ട് വരും. അത് 12 ദിവസം വരുമല്ലേ? 12 ദിവസം വേണം. കാരണം അവിടെയൊക്കെ നമുക്ക് ഓരോ ഈ ബസ്സിന് പോകണ്ടേ. നമ്മൾ ഋഷികേശിന്ന് ബസ്സാണ് പോകുന്നത്. അപ്പൊ ആ ബസ്സിൽ യാത്ര നല്ല ദൂരമുണ്ട്. നമുക്ക് ഒറ്റയടിക്കൊന്നും അങ്ങ് ചെല്ലാൻ പറ്റത്തില്ല. ഒരു ദിവസം നമ്മൾ ഉത്തരകാശി കിടന്നിട്ട് ഉത്തരകാശിയിൽ നിന്ന് പിന്നെ ഗംഗോത്രി അങ്ങനെയൊക്കെയാ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബദ്രിനാഥ്, കേദാർനാഥ്, അങ്ങനെ കുറച്ച് സമാധാനമായിട്ട് പോകണമല്ലോ. ഓടിപ്പോയിട്ട് വരാൻ പറ്റും. നല്ല ഹെയർ പിൻ വളവുകളായിരിക്കും, അതുകൊണ്ടായിരിക്കും വണ്ടി കയറ്റം കയറിപ്പോണ്ട്. കുഴപ്പമൊന്നുമില്ല. ശരിയപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ്സിന്
ഇവിടെ പൂർണ്ണമാവുകയാണ്. ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ അരുവിപ്പുറം മഠത്തിന്റെ ഏറ്റവും തിരക്കുള്ള അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു 1 hour ഇപ്പൊ അതിന്റെ മേളിലായി നമുക്ക് വേണ്ടി ഇവിടെ വന്ന് നമുക്ക് ഇത്രയും പറഞ്ഞു തന്ന് സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് നന്നായി ക്ലിയർ ചെയ്ത് തന്ന സ്വാമിജിക്ക് ഈ സമിതിയുടെയും ഇന്ന് ബന്ധുക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഹരിയോം സ്വാമിജി, ഹരിയോം. അതുപോലെ തന്നെ നമ്മുടെ സമിതിയുടെ പ്രമുഖ ഗോപകുമാറാണ്. അങ്ങനെ ഏറെ ആദരവോടെ നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കൾക്കും സമിതിയുടെയും എന്റെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ലോക കല്യാണ മന്ത്രം ചെല്ലാം. എല്ലാവർക്കും നേരെ ഇരിക്കാം. കൈ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.